ഹജ്ജിനെ കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ വതസവ്വദൂ ഫഇന്ന ഖൈറസ്സാദി തഖ്വ എന്ന് പറയുന്നത്. ഹജ്ജിനെ കുറിച്ച് പറയുന്നിടത്താണ് ആ പ്രയോഗം വരുന്നത്. നിങ്ങൾ ഭക്ഷണം ശേഖരിക്കൂ, അറിയണേ ഏറ്റവും ശ്രേഷ്ഠമായ ഭക്ഷണം തഖ്വയാകുന്നു. അങ്ങനെ തഖ്വനെ ഭക്ഷണമാക്കുക, പടച്ച റബ്ബിൽ ഭരമേൽപ്പിക്കുക, അവനെ തവക്കുലാക്കുക. നമ്മുടെ ഭക്ഷണം ചിലപ്പോൾ തീർന്നിരിക്കും. നമ്മൾ ചിലപ്പോൾ 1.5 മാസത്തിനുള്ള ഫുഡ് തയ്യാറാക്കിയിട്ടുണ്ടാകും. അത് പൂത്തുപോയാൽ എന്ത് ചെയ്യാൻ പറ്റും? ഭൗതികമായ ഭക്ഷണങ്ങളെക്കാൾ നിന്റെ ഭക്ഷണം തഖ്വയാക്കണം. വല്ലാതെ ഫുഡ് അടിക്കാനൊന്നും പോകണ്ട. ദിവസവും വലിയ ഹൈടെക് ഫുഡ് വേണമെന്ന് വിചാരിക്കേണ്ട. മഹാന്മാരാവുന്ന ചില പണ്ഡിതന്മാരൊക്കെ ഹജ്ജിന് പോയിട്ട് അവരുടെ ഭക്ഷണം മുഴുവൻ മാഉ സംസമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, അത് വിശപ്പിന് ഭക്ഷണമാകുന്നു, ദാഹത്തിന് ശമനമാകുന്നു, രോഗത്തിന് ഔഷധമാകുന്നു. സംസം വെള്ളം മാത്രം കുടിച്ചാൽ സുഖസുന്ദരമായി ജീവിക്കാൻ പറ്റും. അതേക്കുറിച്ച് ജപ്പാനിൽ നിന്ന പഠനം, യൂറോപ്പിൽ നടന്ന പഠനങ്ങളൊന്നും ഞാൻ തൽക്കാലം ഉദ്ധരിക്കുന്നില്ല. പറഞ്ഞല്ലോ, ഇന്ന് നമ്മളൊരു ആത്മീകമായ രീതിയിലാണ് നമ്മുടെ ക്ലാസ്. അതുകൊണ്ട് ജപ്പാനിൽ നടന്ന പഠനങ്ങളും ഹജ്ജിൻ്റെ ക്രിസ്റ്റലുകളെ കുറിച്ച് പറയുന്നതും സംസം വെള്ളത്തിൻ്റെ ഇതിനെക്കുറിച്ച് പറയുന്നതും അതിൽ നിന്നൊരു തുള്ളി മറ്റു വെള്ളത്തിലാകുമ്പോൾ ആ വെള്ളത്തിനെല്ലാം ഇതിൻ്റെ ശ്രേഷ്ഠതകൾ വരുന്നത് സയൻറ്റിഫിക്കായിട്ട് തെളിയിക്കപ്പെട്ടതും അതൊന്നും ഞാൻ തൽക്കാലം പറയണില്ലേ. വല്ലാതെ ഫുഡ് കഴിക്കേണ്ടെന്നർത്ഥം. കാരണം പിന്നെയും മേമ്പക്കം വിടാനും പിന്നെയും ഈ ഫുഡ് കഴിച്ചതിൻ്റെ ആധിക്യം കൊണ്ടുള്ള ആലസ്യത്തിൽ കടന്നുറങ്ങി സമയം കളയാനുമുള്ളതല്ല. കൗതുകം തോന്നും. വെറുതെ വർത്താനം പറഞ്ഞിരുന്ന് അങ്ങനെ വൈകിട്ടാക്കും. റൂമിൻ്റെ ഒക്കെ മുന്നിലുണ്ടാകും. വർത്തമാനം പറഞ്ഞിരിക്കാനും മറ്റൊക്കെ പറ്റും വിധത്തിലുള്ള ഈ ചെയറുകളും ഈ സിറ്റൗട്ടുകളും ഒക്കെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ. അവിടെ പോയിരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. പർച്ചേസിന് വേണ്ടിയിട്ട് ധാരാളം സമയം ഉപയോഗിക്കുക. വലിയ ചന്തകളിലേക്ക് പോവുക. അവിടെ കിട്ടുന്ന വലിയ വിഭവങ്ങളെല്ലാം ശേഖരിച്ച് അത് പാചകം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആഘോഷമാക്കി അങ്ങനെ ജീവിക്കുക. പുതിയ കാലത്ത് ഇക്കൊല്ലത്തെ ഹജ്ജിലൊന്നും ഹജ്ജാതി പരിപാടി നടക്കൂലെന്ന് തോന്നുന്നു. തീരെ പാചകം ചെയ്യാനൊന്നും കഴിയില്ല. എല്ലാം പുറമെന്ന് മേടിച്ച് കഴിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്.